മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ ശക്തമായ സുരക്ഷയാണ് തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. സൈനിക, പോലീസ് വിഭാഗങ്ങളെ ജില്ലയിലുടനീളം വിന്യസിച്ചാണ് സുരക്ഷിതമായ വോട്ടെടുപ്പിന് സാഹചര്യമൊരുക്കുന്നത്. ഇൻഡോ തിബറ്റൻ ബോർഡർ പോലീസ്, CRPF തുടങ്ങിയ സൈനിക വിഭാഗങ്ങളാണ് ജില്ലയിൽ സേവനത്തിനായി എത്തിയിട്ടുള്ളത്. ഓരോ പ്രദേശങ്ങളിലും ITBP-യിലെ 20 പേരെ വീതമാണ് വിന്യസിച്ചിട്ടുള്ളത്. കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ CRPF-നെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ പോലീസ് സായുധ സേനാ വിഭാഗത്തിൽ നിന്നുള്ള 150 പേരും ജില്ലയിലുണ്ട്. ഇലക്ഷന് വേണ്ടി നമുക്ക് സെൻട്രൽ പോലീസ് ഫോഴ്സ് ഉണ്ട്, ലോക്കൽ ആംഡ് റിസർവ് ഫോഴ്സ് ഉണ്ട്, ലോക്കൽ പോലീസ് ഉണ്ട്. പിന്നെ ഈവൻ സെൻസിറ്റീവ് പോളിംഗ് ബൂത്തിൽ വീഡിയോഗ്രാഫി പ്രൊവിഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈക്രോ ഒബ്സർവർ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം ഒരു ഫുൾ പ്രൂഫ് അറേഞ്ച്മെന്റ് ആണ്. മണ്ഡലത്തിൽ ആകെ 1070 ബൂത്തുകളുണ്ട്. വയനാട് ജില്ലയിൽ 470 ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 94 ബൂത്തുകൾ പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ പോലീസ്, സൈനിക വിഭാഗങ്ങളെയും തെരഞ്ഞെടുപ്പിനുള്ള പ്രത്യേക നിരീക്ഷണ സംഘത്തെയും നിയോഗിക്കും. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ കേന്ദ്രങ്ങളിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വ്യാജമദ്യവും കുഴൽപ്പണവും ധാരാളമായി എത്തുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധനയും ശക്തമാണ്. മീഡിയ 1 വയനാട്.